കൊച്ചി മാടവനയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. മാടവനയിലെ ട്രാഫിക് സിഗ്നൽ ഇടിച്ച ബസ് ബൈക്കിന് മുകളിലേക്കാണ് മറിഞ്ഞത്. യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അലി അക്ബർ ഷാ വിശദാംശങ്ങളുമായി. അലി, എന്താണ് സംഭവിച്ചത്? ബസ് റോഡിന് കുറുകെ മറിഞ്ഞായിരുന്നു അപകടമുണ്ടായത്. വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. മാടവന ജംഗ്ഷന് സമീപത്ത് വെച്ച് സിഗ്നലിൽ ഇടിച്ചാണ് ഈ ബസ് ഇത്തരത്തിൽ മറിയുന്ന സാഹചര്യം ഉണ്ടായത്. ബസ് മറിയുമ്പോൾ ബസ്സിന് പിന്നാലെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഈ ബൈക്കിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞു വീണത്. യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ബൈക്കിൽ യാത്ര ചെയ്ത ആൾക്കും വലിയ രീതിയിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 10ഓളം ആളുകൾക്ക്, ഈ ബസ്സിലെ യാത്രക്കാരായിരുന്ന 10ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ദ്രുതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ബസ് ഉയർത്താനും അപകടത്തിൽപ്പെട്ടവരെ പുറത്തേക്ക് എത്തിക്കാനും സാധിച്ചിരുന്നു. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല ബസ്സിനകത്തു നിന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ബസ്സിനടിയിൽ ഈ ബൈക്ക് കുടുങ്ങിയത് ഈ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ റോഡ് തെന്നിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ റോഡിൽ ബസ് തെന്നി ബ്രേക്ക് ചെയ്യുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന ബൈക്ക് ഉൾപ്പെടെ ഈ ബസ്സിന് അടിയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായതെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം വലിയ പരിക്കുകളോ വലിയ ഗുരുതരാവസ്ഥയൊന്നും ആർക്കും പറ്റിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 10ഓളം ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നികേഷ്, നോക്കൂ, ഇതിനകത്ത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണെങ്കിൽ ഒരു ബസ് മറിഞ്ഞിരിക്കുന്നതാണ്. ആ ബസ്സിൻ്റെ അടിയിൽ ബൈക്കുമുണ്ട് എന്ന് വേണം കരുതാൻ. ആ ബസ്സിൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? അവരൊക്കെ ഏതൊക്കെ ആശുപത്രികളിലാണ്? നികേഷ്, ഈ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടും അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ദീർഘദൂര ബസ്സാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സായിരുന്നു. ഈ വൈറ്റില ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പനങ്ങാട് ജംഗ്ഷനിൽ സിഗ്നൽ ഉൾപ്പെടെ ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഈ ബസ് ഈ റോഡിന് കുറുകെ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റോഡ് ബ്ലോക്കായി വലിയ നിലയിലുള്ള ഈ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. റോഡിന് കുറുകെയാണ് ഈ ബസ് ഇത്തരത്തിൽ മറിഞ്ഞു കിടക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഈ ബസ് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ യാത്രക്കാരെ എല്ലാവരെയും തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ദീർഘദൂര ബസ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ആളുകൾ ഇറങ്ങി. അല്പം ആളുകൾ മാത്രമേ ബസ് അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 10ഓളം ആളുകളെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായി വിവരം ലഭിക്കുന്നത്. ഈ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഈ ബസ്സിന് അടിയിൽപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് യാത്രികന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. നികേഷ്, ശക്തമായ മഴ പെയ്യുന്നുണ്ടോ അവിടെ? ബസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മറിയണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമായി വിശദീകരിക്കപ്പെടുന്നത്? പ്രാഥമികമായി പോലീസ് എന്ത് പറയുന്നു? നികേഷ്, തുടർച്ചയായ മഴയില്ലെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി രാത്രികാലങ്ങളിലും പുലർച്ചെയും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡുകളിലെല്ലാം തന്നെ തെന്നിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ ബസ് വേഗതയിൽ വരികയും ഇവിടെ നിന്നും സഡൻ ബ്രേക്ക് ഇടുകയുമായിരുന്നു. അത്തരത്തിലാണ് അത് ഏത് ഘട്ടത്തിലാണ് അത്തരത്തിൽ ബ്രേക്ക് ഇടേണ്ടി വന്നത്? എന്തെങ്കിലും തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ, മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ പറയുന്നതനുസരിച്ച് ബസ് വേഗതയിൽ വരികയും ഈ ഭാഗത്തു നിന്നും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയുമായിരുന്നു. അപ്പോഴാണ് ഈ സിഗ്നലിൽ ഇടിച്ച് മറിയുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ബ്രേക്കിംഗ് ആയതുകൊണ്ട് തന്നെ തൊട്ട് പിന്നാലെ വന്ന ബൈക്ക് യാത്രികനും ഇതിനടിയിൽ പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ബസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരു വലിയ അപകടം തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായും വലിയ ട്രാഫിക് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബസ്സിലുള്ള യാത്രക്കാർക്കും അതുപോലെ ഈ ബൈക്കിലെത്തിയ ബൈക്ക് യാത്രികരുമാണ് ഇപ്പോൾ നിലവിൽ അപകടം പറ്റിയിരിക്കുന്നത്. കല്ലട ബസ് എന്ന് പറയുമ്പോൾ ഇത് ദീർഘദൂര ബസ്സാണ് അല്ലേ? മറ്റെവിടെ നിന്നോ വരുന്ന ബസ്സാണ്. അതിവേഗത്തിലാണ് സാധാരണഗതിയിൽ ഇത്തരം ബസ്സുകൾ ഇപ്പോൾ സിറ്റി നഗരപരിധിയിലാണെങ്കിൽ പോലും സഞ്ചരിക്കാറുള്ളത്. കല്ലട ബസ്സാണ്. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേഗതയിലായിരിക്കും പോകുന്നുണ്ടാവുക. അതെനിക്ക് ദീർഘദൂര ബസ്സാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഈ കല്ലടയുടെ ഈ ദീർഘദൂര ബസ്സാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ എണ്ണം സംബന്ധിച്ചുള്ള വിവരം ഒന്നുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ദീർഘദൂര ബസ്സുകളിൽ വഴികളിൽ നിന്നും ആളുകളെ കയറ്റില്ല.
ബുക്ക് ചെയ്തു പോകുന്ന ബസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇറങ്ങേണ്ട ആളുകളെല്ലാം ഇറങ്ങി ബാക്കി അവശേഷിക്കുന്ന യാത്രക്കാർ മാത്രമാണ് ഈ വാഹനത്തിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എണ്ണവും എത്ര ആളുകൾ ഉണ്ടായിരുന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരം മാത്രമാണ് ഈ 10ഓളം ആളുകളെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു കണക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതും വ്യക്തത വരേണ്ടതുണ്ട്. അതല്ല ഈ വാഹനത്തിന്റെ വേഗതയാണോ അപകടത്തിന് കാരണമായത് എന്നതും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വാഹനം വേഗതയിൽ തന്നെ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സിഗ്നൽ ഇടിച്ച് തകർത്താണ് ഈ ബസ് റോഡിന് കുറുകെ മറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രികേഷ്.